Good morning students. നമ്മൾ ലാസ്റ്റ് പഠിച്ച റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് ഇനി അങ്ങനെ പ്രോബ്ലം ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ n of a നമ്മൾ പഠിച്ച റിസൾട്ടുകൾ ഇതാണ്. n of a union b is equal to n of a plus n of b if a intersection b is equal to null set. If a intersection b not equal to a null set, n of a union b is equal to n of a plus n of b minus n of a intersection b. ഇനി മൂന്ന് സെറ്റ് വരുമ്പോൾ എന്താണെന്നുള്ളതാണ്. n of a union b union c is equal to n of a plus n of b plus n of c minus n of a intersection b minus n of b intersection c minus n of a intersection c plus n of a intersection b intersection c. Okay. First problem. If x and y are two sets such that n of x is equal to 17, n of y is equal to 23 and n of x union y is equal to 38. Find n of x intersection y. അപ്പോൾ എക്സ് യൂണിയൻ വൈയുടെ എണ്ണവും എക്സിൻ്റെ എണ്ണവും വൈയുടെ എണ്ണവും തന്നിട്ടുണ്ട്, എക്സ് ഇൻ്റർസെക്ഷൻ വൈയുടെ എണ്ണം. അപ്പോൾ ആ റിസൾട്ട് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ ഇന്ന് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ കാണാം. അപ്പോൾ ആദ്യം റിസൾട്ട് എന്താണ്? എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഇസ് ഈക്വൽ ടു എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ. ഇന്ന് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ എന്താ? ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു, ഇതിനെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈ ഇസ് ഈക്വൽ ടു എൻ ഓഫ് എക്സ് പ്ലസ് എൻ ഓഫ് വൈ മൈനസ് എൻ ഓഫ് എക്സ് യൂണിയൻ വൈ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആൻസറായി. ഇനി അല്ലെങ്കിൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടുന്ന് തിരിച്ച് എൻ ഓഫ് എക്സ് ഇൻ്റർസെക്ഷൻ വൈയും കാണാം. എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം ഉള്ളത് പോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ഡാറ്റകൾ ആദ്യം എടുത്തെഴുതുക. എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 17, എൻ ഓഫ് വൈ ഇസ് ഈക്വൽ ടു 23, എൻ ഓഫ് എക്സ് യൂണിയൻ വൈ ഇസ് ഈക്വൽ ടു 38. അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? എൻ ഓഫ് എക്സ് യൂണിയൻ വൈ 38 ഇസ് ഈക്വൽ ടു 17 plus 23 minus n of x intersection y. ഇനി ഇതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക, ഈ 38നെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ആൻസറായി 17 plus 23 minus 38 is equal to 2. ഓക്കെ. അപ്പോൾ എക്സ് ഇൻ്റർസെക്ഷൻ വൈയിലെ എലമെൻസിൻ്റെ എണ്ണം 2 ആണ്. ഇനി ഇത് നമുക്ക് വെൻ ഡയഗ്രം ഉപയോഗിച്ചും കൊണ്ട് നമുക്കിതിനെ വേറെ രീതിയിലും റെപ്രസെൻ്റ് ചെയ്യാം, നമുക്ക് കാണാം. ഇപ്പം നോക്കുക, ഇവിടെ എക്സ് യൂണിയൻ ബൈ 38 ആണ് അല്ലേ? എക്സിൽ 17ഉം വൈയിൽ 23. അപ്പോൾ 23ഉം 17ഉം ടോട്ടൽ 40 വരുന്നത് അല്ലേ? എക്സ് യൂണിയൻസ് ഇവിടെ നമ്പർ ഓഫ് എലമെൻസിന് എക്സ് യൂണിയൻ 38 ആണ്. അപ്പോൾ ഈ രണ്ടെണ്ണം ആയിരിക്കും ഇതിൻ്റെ കോമൺ എക്സസ് ആയിട്ട് വരുന്ന രണ്ടെണ്ണം ആയിരിക്കും ഇതിൻ്റെ ഇൻ്റർസെക്ഷനിലുള്ളത്. നമുക്ക് ഇത് ചെയ്യാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. വെൻ ഡയഗ്രം ഉപയോഗിച്ചും കൊണ്ടൊന്ന് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കൂ. അപ്പോൾ ഇത് എക്സ്, ഇത് വൈ, രണ്ടിനും കോമൺ ആയിട്ടുള്ളൊരു പോർഷൻ ഉണ്ട് വൈ. ആ പോർഷനാണ് ഇത്. അപ്പോൾ എക്സ് മൈനസ് വൈ റെപ്രസെൻ്റ് ഈ നീല പോർഷൻ എക്സ് മൈനസ് വൈനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ പോർഷൻ ഡാർക്ക് പോർഷൻ എക്സ് ഇൻ്റർസെക്ഷൻ വൈനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഈ പോർഷൻ റെഡ് കളറുള്ള ഈ പോർഷൻ വൈ മൈനസ് എക്സ്. ഇനി നോക്കുക, എക്സിൽ എത്ര എലമെൻ്റ് ഉണ്ടെന്ന് തന്നിട്ടുണ്ട്? 17. വൈയിൽ 23. 23ഉം 17ഉം 40. അപ്പോൾ തന്നെ നമുക്കറിയാം എക്സ് യൂണിയൻ വൈ മെമ്പർ ഓഫ് എലമെൻസിന് മൊത്തം എത്ര എലമെൻസ് ആണ് ഉള്ളത്? 38. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ തന്നെ 40 അപ്പം 38 40 ആവാൻ 2 എക്സസ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും? ഈ ഇൻ്റർസെക്ഷനിലെ എലമെൻസ് ആയിരിക്കും 2. അപ്പോൾ ഈ 2 റെപ്രസെൻറ്റ് നമ്പർ ഓഫ് എലമെൻസ് ഇൻ എക്സ് ഇൻ്റർസെക്ഷൻ വൈ. ഇനി നോക്ക്, ഇതിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് എലമെൻസ് ഇൻ എക്സ് മൈനസ് വൈ കാണാം. എങ്ങനെ കാണാം? എക്സിലെ എലമെൻസ് 17, മൊത്തം എത്രയും സെറ്റിലെ എലമെൻറ്റ് 17. അതിൽ നിന്ന് ഈ 2 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ് മൈനസ് വൈയിലെ എണ്ണം കാണാം. അതെന്ത് കിട്ടും? 15. ദാറ്റ് ഈസ് നമ്പർ ഓഫ് എലമെൻസ് ഇൻ എക്സ് മൈനസ് വൈ. അതുപോലെ നമ്പർ ഓഫ് എലമെൻസ് ഇൻ വൈ മൈനസ് എക്സ്. വൈയിലെ എലമെൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയും പെടുന്നത് അത് എത്രയാണ്? 23. ആ 23ൽ 2 കൂടി പെടും. നമുക്ക് ഈ വൈയിൽ മാത്രം എലമെൻസ്, അതാണ് നമ്പർ ഓഫ് എലമെൻസ് ഇൻ വൈ മൈനസ് എക്സ് കാണാൻ. 23 2 കുറച്ച് കഴിഞ്ഞാൽ 21. അതായിരിക്കും നമ്പർ ഓഫ് എലമെൻസ് ഇൻ വൈ മൈനസ് എക്സ്. അപ്പോൾ ഇത് നേരത്തെ പ്രോബ്ലത്തിൽ ആവശ്യമില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 400 പീപ്പിൾ 250 ക്യാൻ സ്പീക്ക് ഹിന്ദി ആൻഡ് 200 ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഹൗ മെനി പീപ്പിൾ ക്യാൻ സ്പീക്ക് ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി? ഒരു സ്ഥലത്ത് 400 ആൾക്കാരുണ്ട്. അതിൽ 250 പേര് ഹിന്ദിക്ക് സംസാരിക്കുക, 200 പേര് ഇംഗ്ലീഷും സംസാരിക്കും. ഹൗ മെനി പീപ്പിൾ ക്യാൻ സ്പീക്ക് ബോത്ത് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്? ക്വസ്റ്റ്യൻ രണ്ടും സംസാരിക്കുന്നവരുടെ എണ്ണം എത്രയാണെന്നുള്ളതാണ്.
അപ്പോൾ ആ 400 ആൾക്കാരിൽ ഒന്നുകിൽ ഹിന്ദി സംസാരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ രണ്ടും സംസാരിക്കുന്നവരായിരിക്കും. നോക്കി 250 പേര് ഹിന്ദിയും 200 പേര് ഇംഗ്ലീഷും. അപ്പോൾ 200ഉം ആകെ 400 പേരാണ് ഉള്ളത്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 450 പേരായി. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഹിന്ദിയും ഇംഗ്ലീഷും സംസാരിക്കുന്നവർ എത്ര പേരാണ്? 50 ആണ് അല്ലേ? 400 പേരാളുള്ള ആകെ ആൾക്കാർ. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ തന്നെ 450 ആയി. അപ്പം 400ന് എക്സസ് ആയിട്ട് 50 അല്ലേ? ഈ 50 പേരപ്പോൾ എന്തായിരിക്കും? ഈ ഹിന്ദിയും ഇംഗ്ലീഷുമാണ് സംസാരിക്കുന്നത്. ഇത് നമുക്കൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം ആണ്. അങ്ങനെ നമുക്ക് തിങ്ക് ചെയ്യാം. നമ്മൾ ഉപയോഗിച്ച സെറ്റിന്റെ ആ റിസൾട്ട് ഉപയോഗിച്ചും കൊണ്ട് ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എച്ച്, സെറ്റ് ഓഫ് പീപ്പിൾ ഹു ക്യാൻ സ്പീക്ക് ഹിന്ദി. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് എച്ച് എന്തായിരിക്കും? 250. ഇ, സെറ്റ് ഓഫ് പീപ്പിൾ ഹു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് ഇ എന്തായിരിക്കും? 200. Now we want to find n of h intersection e. രണ്ടും സംസാരിക്കുന്നവർ. n of h union e 40. n of നമുക്ക് എന്താണ് കാണേണ്ടത്? h intersection e, set of people who can speak both Hindi and English. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n of h union e യുടെ റിസൾട്ടിൽ നമുക്കറിയാം n of h plus n of e minus n of h intersection e. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ n of h intersection e കാണാം. 400 is equal to 250 plus 200 minus n of h intersection e. അതിൽ നിന്ന് n of h intersection e എന്ത് വരും? 250 plus 200 minus 400 is equal to 50. ഓക്കെ, ഇത് നമുക്ക് വെൻ ഡയഗ്രത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഈ നീല ഹിന്ദി സംസാരിക്കുന്നവരുടെ സെറ്റ്, ചുവപ്പ് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ സെറ്റ്, ഈ മിഡിൽ പോർഷൻ എന്ന് പറയുന്ന രണ്ടും സംസാരിക്കുന്നവരുടെ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റിൽ മൊത്തം 400 പേരുണ്ട് അല്ലേ? അപ്പോൾ ഈ പോർഷൻ എന്തായിരിക്കും? ഈ ആരോ ഇട്ട് നീലം മാത്രമുള്ള പോർഷൻ ഹിന്ദി മാത്രം സംസാരിക്കുന്നവരുടെ സെറ്റായിരിക്കും. അതിൽ ഈ ഇംഗ്ലീഷിലുള്ളവരുണ്ടാവില്ല. ഈ റെഡ് പോർഷൻ എന്തായിരിക്കും? ഇ മൈനസ് എച്ച് ആയിരിക്കും. ഈ പോർഷൻ എന്തായിരിക്കും? എച്ച് ഇന്റർസെക്ഷൻ ഇ. രണ്ടും സംസാരിക്കുന്നവരുടെ സെറ്റാണിത്. ഇത് റെഡ് പോർഷൻ എന്ന് പറയുന്നത് ഇ മൈനസ് എച്ച്. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഡാറ്റ എച്ച് ഹിന്ദി സംസാരിക്കുന്നവരുടെ സെറ്റ്. അപ്പോൾ അത് ഇത്ര 250. ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ സെറ്റ് 200. മൊത്തം എത്ര പേരാണ്? 400 പേരാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് ഈ പോർഷനിൽ ഇവിടെ എത്ര സംസാരിക്കുന്നവരുണ്ടെന്ന് കാണാം. മൊത്തം എത്ര? 400 പേരുള്ളത്. ഹിന്ദി ഇംഗ്ലീഷും കൂടി കൂട്ടുമ്പോൾ 450 ഉണ്ട്. അപ്പോൾ ഈ 50 എന്ന് പറയുന്നത് എന്താണ്? രണ്ടും സംസാരിക്കുന്നവരുടെ എണ്ണമാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് കൊടുക്കാം? 50 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് ഹിന്ദി മാത്രം സംസാരിക്കുന്നവർ, നോട്ട് ഇംഗ്ലീഷ്, അതാണ് n of h minus e. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ 250. അതിൽ നിന്ന് 50 കുറച്ച് കഴിഞ്ഞാൽ 200 ആയിരിക്കില്ല ഹിന്ദി മാത്രം സംസാരിക്കുന്നവരുടെ സെറ്റ് അല്ലേ? ഹിന്ദി മാത്രം സംസാരിക്കുന്നവരുടെ സെറ്റ് 200. നമ്പർ ഓഫ് എച്ച് മൈനസ് ഇ, അതാണ് ഹിന്ദി നോട്ട് ഇംഗ്ലീഷ്. അങ്ങനെയാണ് ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നവരുടെ സെറ്റ് എന്തായിരിക്കും? ഇംഗ്ലീഷ് സംസാരിക്കുന്നവരുടെ സെറ്റ് 200. അപ്പൊ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നവരുടെ സെറ്റ് എന്തായിരിക്കും? ഇ മൈനസ് എച്ച്. അതായത് ഇയിൽ നിന്ന് ഇയിലെ എലമെന്റ്സിൽ നിന്ന് ഈ ഇന്റർസെക്ഷൻ എച്ചിലെ എലമെന്റ്സ് കുറച്ച് കഴിഞ്ഞാൽ ഇയിലെ എലമെന്റ്സ് ആണ് 200 മൈനസ് 50 150. ദാറ്റ് ഈസ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ഇ മൈനസ് എച്ച്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇപ്പൊ നിങ്ങളോട് ഈ പ്രോബ്ലത്തിൽ ഇംഗ്ലീഷ് മാത്രം സംസാരിക്കുന്നവരുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ 150 എന്ന് കാണാം. ഓക്കെ, ഹിന്ദി മാത്രം സംസാരിക്കുന്നവരുടെ എണ്ണം 200. നമുക്ക് ഇത് മൂന്നും കൂടി കൂട്ടിയാൽ നമുക്ക് 200 50. ഇത് മൂന്നും ഡിസ്ജോയിന്റ് അല്ല, ഇതെല്ലാം മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എച്ച് യൂണിയിലെ എണ്ണ ആയിരിക്കും 200 250 350 400 ആയി. ഓക്കെ, മൂന്നും ഡിസ്ജോയിന്റ് ആയതുകൊണ്ട്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. In a group of 65 people, 40 like cricket, 10 like both cricket and tennis. How many like tennis only, not cricket? How many like tennis? രണ്ട് കാര്യങ്ങൾ ഇതിൽ കാണാനുണ്ട്. അപ്പോൾ 65 പേരുള്ള ആൾക്കാരുടെ കൂട്ടമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ 40 പേർക്ക് ക്രിക്കറ്റ് ഇഷ്ടമുണ്ട്, 10 പേർക്ക് ക്രിക്കറ്റും ടെന്നീസും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്നവർ എണ്ണം, ടെന്നീസ് ഇഷ്ടപ്പെടുന്നവർ രണ്ടും മനസ്സിലാക്കണം. ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്നവരുടെയും എണ്ണം ചോദിക്കുക, ടെന്നീസ് ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണം. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ ടെന്നീസ് ഇഷ്ടപ്പെടുന്നവരുടെ എണ്ണത്തിൽ എന്താണ്? ക്രിക്കറ്റും കൂടി ഉള്ളത് ഉണ്ടാവും, ഈ 10 കൂടി ഉൾപ്പെടും. ഇതിലെന്താണ്? ആ 10 കുറയ്ക്കണം അല്ലേ? അപ്പോൾ മൊത്തം 65 ആണ്. 40 പേര് ക്രിക്കറ്റും 10 ക്രിക്കറ്റും ടെന്നീസും ഉണ്ട്. അപ്പോൾ ഡാറ്റകൾ എന്തൊക്കെ തന്നിട്ടില്ല? ഇപ്പം നമ്മൾ സി എന്ന് പറയുന്ന സെറ്റ് ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ക്രിക്കറ്റ്, അപ്പോൾ എൻ ഓഫ് സി നമുക്കിവിടെ തന്നിട്ടുണ്ട് 40. ടി എന്ന് പറയുന്ന സെറ്റ് ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ടെന്നീസ്, അപ്പോൾ എൻ ഓഫ് ടി ഇവിടെ നമുക്ക് കണ്ടുപിടിക്കണം.
അപ്പോൾ അതിന് നമ്മൾ റിസൾട്ട് എൻ ഓഫ് സി യൂണിയൻ ടി നമുക്കറിയാം 65 തന്നിട്ടുണ്ട്. മൊത്തം ആരെങ്കിലും ഏതൊരാൾ എടുത്തു കഴിഞ്ഞാലും ഏതെങ്കിലും ഒന്ന് കളിച്ചിരിക്കും, നീ ക്രിക്കറ്റ് അല്ലെങ്കിൽ ടെന്നീസ്. കളിക്കാത്തവരായിട്ട് ആരുമില്ല. അങ്ങനെ കളിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ ഓഫ് സി യൂണിയൻ ടി 65 എന്ന് എഴുതാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ ഒരു കാര്യം നമ്മളവിടെ സ്ട്രെസ് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ പ്രത്യേകിച്ച് തന്നിട്ടില്ലെങ്കിലും അത് നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ. എൻ ഓഫ് സി യൂണിയൻ ടി ഇസ് ഈക്വൽ ടു 65. നമ്മളെ റിസൾട്ട് നമുക്ക് എന്താ കാണേണ്ടത്? എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി. അത് റിസൾട്ടിൽ നമ്മൾ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 65 ഈസ് ഈക്വൽ ടു 40 പ്ലസ് എൻ ഓഫ് ടി മൈനസ് 10. എൻ ഓഫ് ടി കാണണം. ഇതിനിവിടെ നിർത്തിയിട്ട് ബാക്കി എല്ലാത്തിനെയും ഈ സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ 65 ഇവിടെ ഉണ്ട്. 65 മൈനസ് 40, ഈ മൈനസ് 10 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ പ്ലസ് 10, ദാറ്റ് ഈസ് 35. അപ്പോൾ എൻ ഓഫ് ടി മൈനസ് സി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ടി മൈനസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ടെന്നീസ് ഓൺലി, നോട്ട് ക്രിക്കറ്റ് അല്ലേ? ഇതിലെണ്ണത്തിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇനി ക്രിക്കറ്റ് ഇഷ്ടപ്പെടാത്ത ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്നവർ കാണാൻ എൻ ഓഫ് ടി മൈനസ് സി. അത് നമ്മൾ ഫോർമുല അറിയാം. എൻ ഓഫ് ടി മൈനസ് സി കാണാൻ നിങ്ങൾ ആ മനസ്സിലേക്ക് വെൻ ഡയഗ്രാം വരണം. എന്താണ് എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് ടിയിൽ നിന്ന് എന്ത് കുറയ്ക്കണം? എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ സി. നമുക്കറിയാം ടി, അല്ലെങ്കിൽ നമുക്ക് ഏത് രീതിയിൽ എടുക്കാം? ടി എന്ന് പറയുന്നത് രണ്ട് ഡിസ്ജോയിന്റ് സെറ്റിന്റെ യൂണിയൻ ആണ്. ഏതൊക്കെയാണ്? ടി മൈനസ് സിയും ടി ഇന്റർസെക്ഷൻ സി. അപ്പൊ ദാറ്റ് ഈസ് എൻ ഓഫ് ടി എന്ന് പറയുന്നത് എന്താ എഴുതാം? എൻ ഓഫ് ടി മൈനസ് സി പ്ലസ് എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ സി. ഇതിൽ നിന്ന് എൻ ഓഫ് ടി മൈനസ് സി എന്ന് പറയുന്നത് എന്ത് വരും? എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ സി. എൻ ഓഫ് ടി നമുക്കറിയാം 35, എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ സി അറിയാം 10. 35 മൈനസ് 10 ഈസ് ഈക്വൽ ടു 25. ഇത് നമുക്ക് വെൻ ഡയഗ്രത്തിന്റെ സഹായത്തോടു കൂടി നമുക്ക് വളരെ പെട്ടെന്ന് തെളിയിക്കാം. സി എന്ന് പറയുന്നത് ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവരുടെ സെറ്റ്, ടി എന്ന് പറയുന്നത് ടെന്നീസ് ഇഷ്ടപ്പെടുന്ന റെഡ്. ഇനി ഇത് രണ്ടും ഇഷ്ടപ്പെടുന്ന പോർഷൻ പറയുന്നവരുടെ സെറ്റ് ഈ കോമൺ പോർഷൻ. അപ്പോൾ സി എന്ന് പറയുന്നത്, ഈ സി എന്ന് പറയുന്നത് 40 അല്ലേ? സി യൂണിയൻ ടി മൊത്തം എത്രയാണ്? 65. ഇത് 40. ഇവിടെ എത്ര വരുന്നുണ്ട്? 10 വരുന്നുണ്ട്. സി ഇന്റർസെക്ഷൻ ടിയിൽ 10 വരുന്നുണ്ട് അല്ലേ? അപ്പൊ സി മാത്രം എത്ര? 30. ഈ 30ഉം 40. ബാക്കി ഇവിടെ ടി മാത്രം ഇഷ്ടപ്പെടുന്നവർ എത്രയാവും? 25 ആയിരിക്കും. അത് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടാം. അപ്പൊ ആ രീതിയിൽ എഴുതുമ്പോൾ നമുക്ക് ഇവിടെ 10 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോർഷൻ എന്തായിരിക്കും? ഇതെന്ന് പറയുന്നത് നമ്പർ ഓഫ് സി ഇന്റർസെക്ഷൻ ടി. സി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സി, ദാറ്റ് ഈസ് നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ക്രിക്കറ്റ് 40. ഇവിടെ 10 പോയി കഴിഞ്ഞാൽ ഇവിടെ എത്രയും 30. ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് സി മൈനസ് ടി, നമ്പർ ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ക്രിക്കറ്റ് ഓൺലി, നോട്ട് ടെന്നീസ്. ഇനി ഈ പോർഷൻ എന്തായിരിക്കും? മൊത്തം 65 അല്ലേ? ടി നമുക്ക് അറിയാത്തതുകൊണ്ട് മൊത്തം 65ആണ്. 30 10 40 ബാക്കി എത്രയായിരിക്കും? ഇവിടെ 25 ആയിരിക്കും അല്ലേ? ക്ലിയർ ആയിട്ട് ഇവിടുന്ന് എഴുതാം. ഇതെന്ന് പറയുന്നത് നമ്പർ ഓഫ് ടി മൈനസ് സി, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ടി മൈനസ് സി. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ആൻസർ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ.